ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരിയിലേക്ക് സ്വാഗതം. നമ്മുടെ PSC നമുക്ക് എനി ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും നല്ല സാലറിയോട് കൂടി ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷം വന്നിട്ടുണ്ട് അല്ലേ? ഏതാണ്? ഡിവിഷണൽ അക്കൗണ്ടന്റ്. അപ്പോൾ ആ ഡിവിഷണൽ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് കണ്ടു നോക്കാം. ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് 150 മാർക്കിനാണുള്ളത്. ഓക്കെ, അതിന് 3 hours ആണ് ഉള്ളത് എക്സാം ടൈം. അതുപോലെ എലമെന്ററി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് 150 മാർക്കിന്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് 200 മാർക്കിനാണുള്ളത്. അപ്പം നമ്മൾ മെയിൻസ് പരീക്ഷ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് എന്താണ് 3 പാർട്ടായിട്ടാണ് നമ്മുടെ സിലബസിനെ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ എലമെന്ററി ബുക്ക് കീപ്പിംഗ്, ദെൻ അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ. ഇത്രയുമാണ് നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസിനകത്ത് വരുന്നത്. ഇതിൽ എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, എലമെന്ററി ബുക്ക് കീപ്പിംഗ്. അപ്പൊ നമുക്ക് അതിന്റെ സിലബസ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എത്ര മാർക്ക് വീതമാണ് കിട്ടുന്നത് എന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ്, നമുക്ക് ഏത് ഡിഗ്രി ഹോൾഡർക്കും ഏത് ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോൺ കൊമേഴ്സുകാരാണ് എങ്കിൽ ചിലപ്പോൾ എലമെന്ററി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഭയങ്കര വലുതാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ലല്ലോ എന്നൊരു തോട്ട് ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ സഹകാരിയോടൊപ്പം ചേരുക. നമ്മൾ വളരെ ഡീപ്പായിട്ടും അതുപോലെ ബേസിക് കാര്യങ്ങൾ തൊട്ടും എന്തിന്റെ ബുക്ക് കീപ്പിംഗിന്റെയും അക്കൗണ്ടൻസിയുടെയും എടുത്ത് തരുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചാപ്റ്റർ 1 ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബുക്ക് കീപ്പിംഗ് മുതൽ ട്രയൽ ബാലൻസ് വരെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കുറേ പ്രോസസ്സുകൾ പറയുന്നുണ്ട്. അതിന് നമുക്ക് 21 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എത്രയാണ്? 21 മാർക്കാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാണ് ട്രയൽ ബാലൻസിന് ശേഷം വരുന്ന പോർഷനാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പറയുന്നത്. അവിടെയും നമുക്കൊരു 21 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതിനുശേഷം പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡിപ്രീസിയേഷന്റെ പല പല മെത്തേഡുകളും അതുപോലെ ഫണ്ട്, റിസർവ് ഫണ്ടിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് അടുത്ത വരുന്ന ചാപ്റ്ററിൽ പറയുന്നത്. അതിന് നമുക്ക് 13 മാർക്കാണ് ഉള്ളത്. ദെൻ അതിനുശേഷമായിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം, എങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ബേസ് മുതലേ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കൊരു 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് PSC പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം വരുന്നത് വോയേജ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ്. വോയേജ് അക്കൗണ്ടായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലും നമുക്ക് കിട്ടുന്നത് 13 മാർക്കാണ്. ദെൻ അതിനുശേഷം നമുക്ക് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട്. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ അക്കൗണ്ട് ചെറിയൊരു മൊഡ്യൂളാണ്. അതിൽ നിന്ന് നമുക്കൊരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് റവന്യൂ റിസർവ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ്, അതുപോലെ റവന്യൂ അക്കൗണ്ട്, ഇതുപോലെയുള്ള ഇൻകംസ്, എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇങ്ങനെ വരുന്ന കുറെ അക്കൗണ്ടുകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് 16 മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ മാനുഫാക്ചറിങ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട് ആണ് പറയുന്നത്. അതും കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, കമ്പനിയുടെയാണ് പറയുന്നത്. അവിടെ നമുക്ക് 13 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അതിനുശേഷം കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അവിടെ നമുക്ക് 16 മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ലാസ്റ്റ് വൺ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആണ്. അതിൽ നിന്ന് നമുക്കൊരു 16 മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് കാണുമ്പോൾ ഒരു നോൺ കൊമേഴ്സുകാർക്ക് എന്തായിരിക്കും, പെട്ടെന്ന് ഇതൊക്കെ എന്താണ് എന്നൊരു തോന്നലായിരിക്കും അല്ലേ? പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസ് മുതൽ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് എവിടുന്ന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഒരു നോൺ കൊമേഴ്സുകാരന് ഈ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു സബ്ജക്റ്റ് കൂടി പഠിക്കുകയാണ് അല്ലേ? നമ്മുടെ നോളജ് അത്രയും കൂടി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. 150 മാർക്കിനാണ് ടോട്ടൽ നമുക്ക് അക്കൗണ്ടൻസി അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് എന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു വലിയ സിലബസ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു വരികയാണെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മുടെ എലമെന്ററി ബുക്ക് കീപ്പിംഗ് എന്നാണല്ലോ നമ്മുടെ സബ്ജക്റ്റിന്റെ തന്നെ പേര്. അപ്പൊ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താണ്, അതുപോലെ അക്കൗണ്ടിങ് എന്താണ്, അതിനുശേഷം നമ്മൾ അക്കൗണ്ടൻസിയിൽ ഉപയോഗിച്ച് വരുന്ന കുറച്ച് ടേംസ്, ടെക്നിക്കൽ ടേംസിനെ പറ്റിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സഹകാരിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് നോക്കാം ബുക്ക് കീപ്പിംഗ്. നമുക്കറിയാം ബുക്ക് കീപ്പ് ചെയ്യുക. എന്താണ് ബുക്ക് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? നിങ്ങളൊരു ഓർഗനൈസേഷനെ പറ്റിയിട്ട് ആദ്യം ആലോചിക്കുക.
നമുക്കറിയാം അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പൊ ബിസിനസിനെ പറ്റിയിട്ട് ആലോചിക്കുക. ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകൾ നടക്കും അല്ലേ. എന്താണ് ഇടപാട് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ടേംസിലുള്ള പല ഇടപാടുകളും അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസും ഒരു ബിസിനസ്സിൽ നടക്കും ഇല്ലേ. അത്തരത്തിൽ ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ബുക്ക് കീപ്പ് ചെയ്യുക, അതായത് നമ്മുടെ ബിസിനസ്സിൽ നടന്ന ആക്ടിവിറ്റീസിനെ റിലേറ്റ് ചെയ്തു വരുന്ന റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ബിസിനസ്സിൽ ഒരു ദിവസം ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കും അല്ലേ. അതിൽ മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസും ഒരുപാട് നടക്കും. നമുക്ക് വേണ്ടത് ഒരു വർഷത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അക്കൗണ്ടിങ് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ആ ഒരു ബിസിനസ്സിൽ ഒരു വർഷം ആ ബിസിനസ്സിന്റെ പ്രോഫിറ്റ് എന്താണ് അല്ലെങ്കിൽ ആ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലുണ്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്, അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നു, അതും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു വർഷത്തെയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുവോ? ഇല്ല, നമ്മൾ മറന്നു പോകില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം? എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത് അല്ലേ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ബുക്ക് കീപ്പിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. എന്താണ് ആർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. എന്തിനുള്ള ആർട്ടാണ്? റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്ന ആർട്ടിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്കുകളിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ബുക്കുകളിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ആർട്ടിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. ഇത് ആരുടെ വാക്കുകളാണ്? നമ്മുടെ JR ബത്ലോബിയുടെ വാക്കുകളാണ് ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് തന്നെ എന്താണ്? ഒരു മീനിങ് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. എന്തിനുള്ള? ബിസിനസ്സിൽ നടക്കുന്ന മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആർട്ടിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. നമുക്കറിയാം ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് ഇടപാടുകൾ നടക്കൂലേ. അതിൽ മോണിറ്ററി ടേംസിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണപരമായിട്ട് അല്ലേ. മോണിറ്ററി ടേംസിൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് റിലേറ്റഡ് വരുന്ന ട്രാൻസാക്ഷൻസ്. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ആ വർഷത്തിന്റെ എൻഡിൽ നമ്മുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണക്കാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു മീനിങ് കൂടെ നോക്കാം. ഇൻ അതർ വേർഡ്സ്, സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. വീണ്ടും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്, പക്ഷെ അവിടെ ഒരു വാക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് അല്ലേ. ഒരു അടുക്കും ചിട്ടിയോടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബുക്ക് കീപ്പ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇന്ന് നടന്ന ഒരു ട്രാൻസാക്ഷൻ ഇന്ന് എഴുതി, പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഇന്നത്തെ വേറൊരു ട്രാൻസാക്ഷൻ എഴുതി, അങ്ങനെയാണോ? ഒരിക്കലും അല്ല. അവിടെ ഒരു അടുക്കും ചിട്ടയും വേണം. എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ബിസിനസ്സിലുണ്ടാവുന്ന ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. എന്തിനുള്ള ആർട്ടാണ്? റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് വേ ഇല്ലേ. എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മുടെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആർട്ടിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നേരെ നോക്കാം, എന്താണ് അക്കൗണ്ടിങ്? ഇനി ബുക്ക് കീപ്പിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി എന്താണ് അക്കൗണ്ടിങ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് ഡെഫിനിഷൻ തന്നിരിക്കുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, AICP എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. അവരുടെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട്. ഇവിടെയും എന്ത് തന്നെയാണ്? ഇവിടെയും ഒരു കല തന്നെയാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് തന്നെയാണ്. എന്തിനുള്ള ആർട്ടാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന മോണിറ്ററി ടേംസിൽ ഉണ്ടാവുന്ന ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു. എന്താണ് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? എഴുതി വെക്കുന്നു. ദെൻ ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരേ നേച്ചറിലുള്ള
ട്രാൻസാക്ഷനെ ഒരുമിച്ച് കൊണ്ടുവരുന്നില്ലേ, ഒരേ അണ്ടറിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അതിനെ എന്ത് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അതായത് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം, ഇനി സിഗ്നിഫിക്കന്റ് മാനർ, അതായത് സിഗ്നിഫിക്കന്റ് മാനറിലും അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ. എന്താണ്, ഇൻ ടേംസ് ഓഫ് മണി ആണ് അല്ലെ, മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. എന്താണ്, നമ്മുടെ ട്രാൻസാക്ഷന് ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററി ടേംസിലുള്ളതായിരിക്കണം. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന മോണിറ്ററി ടേംസിലുണ്ടാകുന്ന ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന ആർട്ടാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ തീർന്നിട്ടില്ല, പിന്നെ പറയുകയാണ് എന്താണ്, ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. എന്താണ്, ആ സമ്മറൈസ് ഒക്കെ ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടില്ലേ, ആ റിസൾട്ടിന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ, ഈ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലേ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആ റിസൾട്ടിനെ എന്ത് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. എങ്കിലേ അത് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്, ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലും ഒരു ആർട്ട് തന്നെയാണ്. ഇവിടെ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു എന്തും നടക്കുന്നുണ്ട്, ഇന്റർപ്രറ്റിംഗും നടക്കുന്നുണ്ട്. എന്തിൻ്റെ, ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബിസിനസ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഏതൊക്കെയാണ്, റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതും അതിനുശേഷം ഇന്റർപ്രറ്റ് ചെയ്യുന്നതും എന്തിനെയാണ്, ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷനെയാണ്. ഇതുവഴി നമുക്ക് എന്താണ് കിട്ടുന്നത്, ഈ അക്കൗണ്ടൻസിയുടെ യൂസ് എന്താണ്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ബിസിനസ് പ്രവർത്തിച്ച് ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നും എന്താണ് അക്കൗണ്ടിങ് എന്നും ഒരു ചെറിയ ഐഡിയ നിങ്ങളിലേക്ക് വന്നോ, ചെറിയൊരു മീനിങ് നിങ്ങളിലേക്ക് വന്നോ. ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്ത് തന്നെയാണ്, മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ കുറെ കാര്യങ്ങളൂടെ ചെയ്യുന്നു അല്ലേ. ബുക്ക് കീപ്പിംഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അക്കൗണ്ടിങ്ങിൽ എന്താണ്, റെക്കോർഡ് മാത്രമാണോ ചെയ്യുന്നത്, അല്ല, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റോടെ ചെയ്യുമ്പോഴാണ് അവിടെ എന്താവുന്നത്, അക്കൗണ്ടിങ് ആകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടിങ് എന്താണ് എന്ന് ചെറിയൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ദെൻ അതിനുശേഷം നമുക്ക് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്നൊന്ന് നോക്കാം. എന്താണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, നമ്മൾ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിയുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറഞ്ഞത് അവയെല്ലാമാണ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഫങ്ഷൻ. എന്താണ്, റെക്കോർഡിംഗ്, റെക്കോർഡ് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക, എഴുതി വെക്കുക, അതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ഫങ്ഷൻ. രണ്ടാമത് നമ്മൾ പറഞ്ഞു റെക്കോർഡ് ചെയ്ത സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം അല്ലേ. എന്താണ് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരേ നേച്ചറിലുള്ള ഐറ്റംസിനെ ഒരുമിച്ച് കൊണ്ടുവരലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത്. ദെൻ അതിനുശേഷം നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യണം, എന്താണ്, ഒന്ന് വിശകലനം ചെയ്യണം, എന്താണ് ഇവിടെ നടന്നത്, മോണിറ്ററി ട്രാൻസാക്ഷൻ വഴി നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ, അല്ലെങ്കിൽ എന്താണ് കൂടിയത് കുറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്യണം. ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിൻ്റെ ആവശ്യമുള്ള യൂസേഴ്സിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അപ്പൊ ഈ 5 ഫങ്ഷൻസ് ആണ് ആർക്കുള്ളത്, അക്കൗണ്ടിങ്ങിനുള്ളത്. ദെൻ അതിനുശേഷം നമ്മൾ ബുക്ക് കീപ്പിംഗ് പറഞ്ഞിരുന്നു അല്ലേ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫങ്ഷൻസ് നമ്മുടെ അക്കൗണ്ടിങ് ഫങ്ഷനിൽ 2 ഫങ്ഷൻസ് ആര് പ്രവർത്തിക്കുന്നുണ്ട്, ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ഫങ്ഷൻ, റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ക്ലാസിഫയിങ്ങും ആര് ചെയ്യുന്ന ഫങ്ഷനാണ്, ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ഫങ്ഷനാണ്. ഓക്കെ, എന്തൊക്കെയാണ്, റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും നമ്മുടെ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ഫങ്ഷനാണ്. ദെൻ അതിനുശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്,
സമ്മറൈസിങ്ങും അനലൈസിങ്ങും അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനും ചെയ്യുന്നുണ്ട്. അതിനെ മൂന്നിനെയും കൂടെ ചേർത്ത് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ് സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് കീപ്പിങ്ങും പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കൂടെ ചേരുന്നതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്ന സമയത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞ ഫങ്ഷൻസ്. ഇതിൽ ആദ്യത്തെ 2 ഫങ്ഷൻ ആണ് നമ്മുടെ ബുക്ക് കീപ്പിംഗിൽ നടക്കുന്നത്. അതിനുശേഷം 3 ഫങ്ഷനും കൂടിയുണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഈ ബുക്ക് കീപ്പിംഗും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷൻ? അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ്ങും മാത്രം കൊണ്ട് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോൾ അവിടെ നിന്ന് ആര് ഉടലെടുക്കുകയാണ്? നമ്മുടെ അക്കൗണ്ടിങ് ഉടലെടുക്കുകയാണ്. അക്കൗണ്ടിങ് ആണ് ബാക്കി ഫങ്ഷൻസ് ചെയ്യുന്നത്. എന്തൊക്കെ? സമ്മറൈസ് ചെയ്യും, അതായത് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇന്റർപ്രിറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബുക്ക് കീപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. എത്ര തരത്തിലാണ് ബുക്ക് കീപ്പിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്നത്? പണ്ട് നടത്തിയതും ഇപ്പം നടത്തിയതും. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് നമുക്ക് 2 തരത്തിലാണുള്ളത്. സിംഗിൾ എൻട്രി സിസ്റ്റവും അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റവും. മറന്നു പോകരുത്, നമ്മൾ ബുക്ക് കീപ്പിംഗിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. അവിടെ നമുക്ക് 2 സിസ്റ്റമാണുള്ളത്. ഏതൊക്കെയാണ്? സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റവും അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റവും. ഇനി എന്താണ് നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് നോക്കാം. ബുക്ക് കീപ്പിംഗിന്റെ ഒരു ടൈപ്പാണ്, ആദ്യത്തെ പഴയ ഒരു ടൈപ്പാണ് ഏതെന്ന് പറയുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓൾഡസ്റ്റ് ഫോം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം. മറന്നു പോരുത്, ഏറ്റവും പഴയത് ഏതാണ് എന്ന് നമ്മുടെ എക്സാമിന് ചോദിക്കുകയാണ് എങ്കിൽ ഏതാണ്? ഓൾഡസ്റ്റ് ഫോം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. ദെൻ പറയാണ് സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഈസ് എൻ ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ്. എന്താണ് ഇൻകംപ്ലീറ്റ്? കംപ്ലീറ്റ് ആണോ? സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആലോചിക്കണം, ഒറ്റ എൻട്രിയേ ഉള്ളൂ. അതായത് സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. മറന്നു പോകരുത്, ഒരു ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. കാരണം കംപ്ലീറ്റ് ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ബിസിനസ്സിലൊരു ട്രാൻസാക്ഷൻ, മോണിറ്ററി ടേംസിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയും ചെയ്യും, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ അത് എന്താണ് ക്യാഷ് ആകാം, അല്ലെങ്കിൽ ഗുഡ്സ് ആകാം, എന്തോ ആകാം. നമുക്കൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സർവീസോ പ്രോഡക്റ്റോ എന്തോ ആവാം. ഒരു സംഭവം നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടൊരു സാധനം കൊടുത്താലേ നമുക്ക് ഇങ്ങോട്ടൊരെണ്ണം കിട്ടും, അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? 2 ആസ്പെക്റ്റ്. ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ തന്നെ 2 ആസ്പെക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇങ്ങനെ 2 ആസ്പെക്റ്റ് ഉണ്ടായാലും ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ സിംഗിൾ എൻട്രിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് എന്ത് മെത്തേഡാണ്? ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ചിലപ്പോൾ നമ്മളുടെ പരീക്ഷയ്ക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് ചോദിക്കാണ്ട് ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സിംഗിൾ എൻട്രി സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബുക്ക് കീപ്പിംഗിന്റെ ഒരു ഫോം ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ മറ്റൊരു പേരാണ് ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ദെൻ പറയാണ് ഇഫ് ഓൺലി 1 ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞതാണ് എന്താണ്? നമ്മുടെ ഒരു ട്രാൻസാക്ഷന്റെ അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇടപാടിന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? 1 ആസ്പെക്ട് മാത്രം. ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റുകളാണുള്ളത്. പക്ഷേ അതിൽ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് മീൻസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ നോട്ട് അക്കോർഡിംഗ് ടു വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾസ് ബട്ട് അക്കോർഡിംഗ് ടു മിയർ കൺവീനിയൻസ്. എന്താണ് പറഞ്ഞത്?
നമ്മളിങ്ങനെ ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രം റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രം റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പളിനെതിരാണ്. അല്ലാണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു ട്രാൻസാക്ഷനകത്തുണ്ടാകുന്ന 2 ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യണം. പക്ഷെ ഇവിടെ എത്രയേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ? ഒരു ആസ്പെക്റ്റ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പളിനായിട്ട് ബന്ധപ്പെടുത്തി അല്ല ആര് നടത്തുന്നത്? സിംഗിൾ എൻട്രിയിൽ ബുക്ക് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം നോട്ടാണ്, നോട്ട് അക്കോർഡിംഗ് ടു വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾ. പിന്നെ എന്തിന്റെ ബേസിലാണ്? ബട്ട് അക്കോർഡിംഗ് ടു മിയർ കൺവീനിയൻസ്. എന്താണ്? ആ ബുക്ക് കീപ്പ് ചെയ്യുന്ന ആളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് മാത്രമാണ് അയാൾ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരിക്കലും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടല്ല. അദ്ദേഹം എന്താണോ വിചാരിക്കുന്നത്, ഏതെങ്കിലും ഒരു ആസ്പെക്ട്, ചിലപ്പം ആദ്യത്തെ ആസ്പെക്ട് ആവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആകാം, ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ആര് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ബുക്ക് കീപ്പർ നമ്മുടെ എന്ത് റെക്കോർഡ് ചെയ്യുന്നത്? ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിനെ ഫോളോ ചെയ്യുന്നില്ല? നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ഒന്നും ഫോളോ ചെയ്യാതെ ചെയ്യുന്ന ബുക്ക് കീപ്പിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദിസ് സിസ്റ്റം മെയിൻറ്റെയിൻസ് ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ബുക്ക്. മറന്നു പോകരുത്, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട്സും അതുപോലെ തന്നെ ക്യാഷ് ബുക്കും. എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് നമുക്ക് പഠിക്കണം. എന്താണ് പേഴ്സണൽ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതോ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരാൾ കടത്തിന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി. രാജു എന്ന് പറയുന്ന ആള് കുറച്ച് സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ ഞാൻ രാജുവിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താ? അതൊരു പേഴ്സൺ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണെങ്കിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അയാൾ ഇത്ര രൂപയുടെ സാധനം കൊണ്ടുപോയി എന്ന് ഞാൻ എഴുതി വെക്കും. പക്ഷെ അവിടെ സെയിൽസ് നടന്നതായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമോ? ഇല്ല. ഏതെങ്കിലും ഒരെണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഞാൻ ലോൺ എടുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിൽ പേഴ്സൺസോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ റെക്കോർഡിങ്ങിനെയാണ് അല്ലെങ്കിൽ അക്കൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ദെൻ അതിനുശേഷം നമ്മൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷിന്റെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുക്കാണ് ഏത്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യൂ. ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ റെസിപ്റ്റ് എന്ന് രേഖപ്പെടുത്തും. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണെങ്കിൽ പേയ്മെന്റ് എന്ന് രേഖപ്പെടുത്തും. അപ്പൊ ക്യാഷ് ബുക്ക് അത്ര ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. എന്താണ്? പേരിൽ തന്നെയുണ്ട്, ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൽ വരുമ്പോൾ പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഏത് അക്കൗണ്ടുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് കൂടാതെ കുറേ ബുക്കുകളുണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇവിടെ ഏതാണ്? സിംഗിൾ എൻട്രിയിൽ ഇത് രണ്ടുമേ ഉള്ളൂ, പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും മാത്രമാണ് എന്ത് നമ്മുടെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ പറയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. Statement of affairs is prepared to find out the capital in connection with the single entry system. നമുക്കറിയാം നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബിസിനസ്സിന് അറ്റ് ലാസ്റ്റ്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ഇൻകവും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് തയ്യാറാക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസിനസിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരും, അല്ലേ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, അതായത് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താണോ ബിസിനസ്മാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് അതിനെയാണ് നമ്മൾ
ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് നടത്തി ലാഭമൊക്കെ കിട്ടുകയാണെങ്കിൽ ക്യാപിറ്റൽ കൂടും, നഷ്ടമാണെങ്കിൽ ക്യാപിറ്റൽ കുറയും. അപ്പൊ അതാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ. എന്താണ്? ക്യാപിറ്റലിന്റെ ഉയർച്ചയാണോ താഴ്ചയാണോ ഉണ്ടാവുന്നത് എന്നാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ബിസിനസിന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം എന്ത് തയ്യാറാക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? എന്താണ് നമ്മൾ പറഞ്ഞത് ആദ്യം? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ഫോം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം അതിന്റെ മറ്റൊരു പേര് പറഞ്ഞു. എന്തായിരുന്നു? ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ എന്താണ് ഈ സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞു? എന്താണ്? ഒരു ട്രാൻസാക്ഷന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞത്. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഒന്നും ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നില്ല. പകരം അക്കൗണ്ട് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ബുക്ക് കീപ്പ് ചെയ്യുന്ന ആളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്? ബുക്ക് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഏത് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും ആണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ദെൻ ഇനി ഇത് ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, സ്മോൾ ഫേംസ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അതായത് നമുക്ക് ഒരുപാട് ബിസിനസ് ഫോം ഉണ്ടല്ലേ? അതായത് പല രീതിയിലുള്ള ബിസിനസ്സുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിലൊരെണ്ണമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? നമ്മൾ നമ്മുടെ വീടിനടുത്തൊക്കെ കാണുന്ന കടകളില്ലേ? എന്താണ്? ഒരാൾ തന്നെ ബിസിനസ് നടത്തുന്നു, അയാൾ തന്നെ ഓൺ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ആ വ്യക്തി തന്നെയാണ് നടത്തുന്നത് എങ്കിൽ, ആ ബിസിനസ് നടത്തുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ സോൾ ട്രേഡർ എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? ആ വ്യക്തി തന്നെയാണ് ആ ബിസിനസ് മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആര് തന്നെയാണ്? ആ ഒറ്റ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ എന്തെന്ന് പറയാം? സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയാം. ആ ബിസിനസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? സോൾ പ്രൊപ്രൈറ്റർ ആണ്, അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്നു സ്മോൾ ഫേംസ്. എന്താണ്? ചെറിയ ചെറിയ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്താണ് ചെയ്യുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ബിസിനസ്സുകളാണെങ്കിൽ അവരും ഏതാണ് ഫോളോ ചെയ്യുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഹിന്ദു ഫാമിലീസ്, അതായത് പണ്ടൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കഥാപുരുഷൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവിടെ എന്താണ്? ഒരു ബിസിനസ് നടത്തുന്നത് ഒരു ഫാമിലിയാണ് എങ്കിൽ അതിനെ നമുക്ക് പറയാവുന്ന പേരാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അപ്പൊ അവിടുത്തെ എല്ലാ മെമ്പേഴ്സും ആരായിരിക്കും? ആ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായിരിക്കും ആ ബിസിനസിന്റെ കർത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റം ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്? ആരൊക്കെയായിരുന്നു? സോൾ ട്രേഡർ, അതുപോലെ തന്നെ സ്മോൾ ഫേംസ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇവരൊക്കെയാണ് എന്ത് ഫോളോ ചെയ്യുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും ഒരു കമ്പനി എന്ത് ഫോളോ ചെയ്യില്ല? സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യില്ല. ഓക്കെ. ഇത്രയാണ് നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അതിനുശേഷം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഡബിൾ എൻട്രി സിസ്റ്റം. പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഡബിൾ ആണ്. ഡബിൾ എൻട്രി. നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷന്റെ ഒരു ആസ്പെക്ട് മാത്രം റെക്കോർഡ് ചെയ്തപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് ആസ്പെക്റ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. എന്താണ്? ഒരു ട്രാൻസാക്ഷൻ ഫുള്ളായിട്ട് തന്നെ ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് ആസ്പെക്റ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ബുക്ക് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡിംഗ് നടക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം അതല്ലേ?
രണ്ട്, അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ആ രണ്ട് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുകയാണ് എവിടെ ചെയ്യുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കാം നമുക്ക്. എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്. എന്താണ്? ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും, ബിസിനസ്സിൽ നടക്കുന്ന പണപരമായിട്ടുള്ള ഏത് ഇടപാടുകൾ എടുത്താലും അവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാകും. ഏതൊക്കെയാണ് രണ്ട് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്? റിസീവിങ് ആസ്പെക്റ്റും അതുപോലെ തന്നെ ഗിവിങ് ആസ്പെക്റ്റും. എന്താണ്? ഒരെണ്ണം നമുക്ക് കിട്ടും, അതുപോലെ ഒരെണ്ണം നമ്മൾ കൊടുക്കും. നമ്മുടെ ബിസിനസ്സിന് എന്ത് സാധനം, എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ പകരം എന്തെങ്കിലും ഒന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അല്ലേ? അതുകൊണ്ട് തന്നെ ഏത് ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ ഏത് ട്രാൻസാക്ഷൻസ് നോക്കിയാലും നമുക്കൊരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും കാണും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ എന്തൊരു സാധനം കിട്ടണമെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കണ്ടേ? ഇപ്പൊ ഞാൻ നമ്മുടെ കടയിൽ പോയിട്ട് ഒരു ബുക്ക് വാങ്ങിച്ചു. എനിക്ക് ബുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ആ ബുക്കിന്റെ പൈസ ഞാൻ ആർക്ക് കൊടുക്കണം? ആ ബിസിനസ്സിലേക്ക് കൊടുക്കണം, അല്ലേ? അപ്പോൾ ഒരു ബുക്ക് എനിക്ക് ഇങ്ങോട്ട് കിട്ടി, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തു, അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ഒരു ട്രാൻസാക്ഷനിൽ തന്നെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഇതുപോലെ ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അവിടെ രണ്ട് ആസ്പെക്റ്റുകളാണുള്ളത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒരെണ്ണത്തെ നമ്മൾ റിസീവിങ് ആസ്പെക്റ്റ് എന്നും മറ്റൊന്നിനെ നമ്മൾ ഗിവിങ് ആസ്പെക്റ്റ് എന്നും പറയും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഇനി നമ്മൾ പറയുന്ന ചെറിയൊരു ടേം ഉണ്ട്. ഈ റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്നാണ് പറയുന്നത്. മറന്നു പോവരുത്, റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ഡെബിറ്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ്? റിസീവിങ് ആസ്പെക്റ്റിനെയാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ എന്ത് പറയും? ഡെബിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. ഓക്കെ, റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താണ്? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഒരു ട്രാൻസാക്ഷനിൽ ഉണ്ടാകും. മറന്നു പോകരുത്, എല്ലാ ട്രാൻസാക്ഷനിലും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനിലും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും അല്ലെങ്കിൽ ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടാകും. ഓക്കെ, if two aspects of a transaction are recorded in the books, it is called double entry bookkeeping. എന്താണ്? ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് ആസ്പെക്റ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് സിസ്റ്റം ഈസ് ദാറ്റ് ഫോർ എവരി ഡെബിറ്റ് ദർ മസ്റ്റ് ഹാവ് ആൻ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആൻഡ് വൈസ് വേഴ്സ. എന്താണ് പറഞ്ഞത്? നമുക്കറിയാം, നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ്ങും ഓപ്പോസിറ്റും ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ഡെബിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഓപ്പോസിറ്റ് എന്തുണ്ടാവും? ഒരു ക്രെഡിറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ തിരിച്ചും ഒരു ക്രെഡിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഡെബിറ്റും ഉണ്ടാകും. അപ്പോൾ ആ രണ്ടും, ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, നമ്മൾ നമ്മുടെ സിസ്റ്റംസ് ഓഫ് ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കുറച്ച് ബേസിക് ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആ ടേംസ് അറിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അതെന്തായിരുന്നു അല്ലെങ്കിൽ അത് ബിസിനസ്സിൽ അതിന് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ബേസിക് ടേംസിലേക്ക് കടക്കാം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാം, അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാനൊരു ബിസിനസ് ഇടുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. നിങ്ങൾ ഒരു ബിസിനസ് ഇടുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. എന്ത് ബിസിനസ് ആയിരിക്കും നിങ്ങൾക്ക് ഇടാൻ ആഗ്രഹമായിട്ട് വരുന്നത്? എന്തെങ്കിലും ഒരു ബിസിനസ് ഇടാം. അപ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഓരോ ടേംസും ഇങ്ങനെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാനിവിടെ എന്താണ്, ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ഹോട്ടൽ സെറ്റ് ചെയ്താലോ എന്നാണ് എൻ്റെ മനസ്സിൽ ആലോചന. എന്താണ്? ഞാനൊരു ഹോട്ടൽ ബിസിനസ് ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ആ ഹോട്ടൽ ബിസിനസ്സിലേക്ക് വേണം നിങ്ങൾ നോക്കാൻ. ഞാനൊരു ഹോട്ടൽ ബിസിനസ് ആരംഭിച്ചു കഴിയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ വേണം, അല്ലേ? എനിക്ക് ഹോട്ടൽ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഹോട്ടൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കണം, അവിടെ ഒരു ബിൽഡിങ് പണിയണം, ദെൻ അതിനുശേഷം അവിടെ കുറേ ഫർണിച്ചേഴ്സ് ഒക്കെ വേണം. അതിനുശേഷം എന്താണ്? എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പാത്രങ്ങളോ അതുപോലെ തന്നെ ഗ്യാസോ അതുപോലെ അങ്ങനെ കുറേ സാധനങ്ങൾ വേണ്ടി വരും. പിന്നെ അവിടുത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്താണ്? അരിയോ അതുപോലെ തന്നെ വേറെ
പാചകത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു ബിസിനസ് ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അവിടെ കസ്റ്റമേഴ്സ് വരും. കസ്റ്റമേഴ്സ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ ചിലർ പൈസ തരും, പൈസ തരാതെ പോകുന്നവരുണ്ടാവും അല്ലേ. എന്താണ് നമ്മളോടുള്ള അടുപ്പമൊക്കെ വെച്ചിട്ട് പിന്നെ തരാമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൂടിച്ചേരുന്നതാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞത്. ഈ ഓരോന്നിനും നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഓരോ പേരുകളാണ് പറയുന്നത്. അല്ലാണ്ട് പൈസ തരാനുള്ളവരെന്നോ അല്ലെങ്കിൽ പൈസ തന്നവരെന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ചോറും കറി എന്തൊക്കെ ഉണ്ടല്ലോ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിൽ, അതൊന്നും പറയാണ്ട് നമ്മൾ അതിനൊക്കെ ഓരോ അക്കൗണ്ടിങ് ടേംസുകളാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദ പേഴ്സൺ ഹു സ്റ്റാർട്ട് ബിസിനസ് ഈസ് കോൾഡ് ദ ഓണർ ഓഫ് ദി ബിസിനസ്. എന്താണ്, ഞാനല്ലേ ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയത്, അപ്പോൾ എന്നെ എന്തെന്ന് പറയും? ബിസിനസ് തുടങ്ങിയ വ്യക്തിയെ ഓണർ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, നമ്മൾ പറയാറില്ലേ ആ ബിസിനസിന്റെ ഓണറാണ് അദ്ദേഹം എന്നൊക്കെ. അപ്പോൾ എന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയെ ആ ബിസിനസിന്റെ ഓണർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്താണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. മറന്നു പോകരുത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ബേസിക് ടേം ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അക്കൗണ്ടിങ് ടേം ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ? ഞാൻ എന്ന ഓണർ, അതായത് എൻ്റെ ബിസിനസ്സാണ് ഈ ഹോട്ടൽ ബിസിനസ്. അപ്പം ഞാൻ ഈ ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് രൂപയോ അതുപോലെ വിലപിടിപ്പുള്ള എന്തോ ആവാം, അത് ഞാൻ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അതായത് ആ ഹോട്ടൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പം ഞാൻ ആ എടുത്ത എൻ്റെ മൂലധനത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്യാപിറ്റൽ എന്നേ പറയൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ക്യാപിറ്റലിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്താണ്? ദിസ് ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദി ഓണർ. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ? ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആര് നടത്തുന്ന? ഓണർ നടത്തുന്ന. എന്തിനു വേണ്ടി? ബിസിനസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ജനറലി ടേംഡ് ആസ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എന്താണ്? ക്യാപിറ്റലിന്റെ മറ്റ് രണ്ട് പേരുകളാണ് നമ്മൾ പറഞ്ഞത്, ഓണേഴ്സ് ഇക്വിറ്റി എന്നും അതുപോലെ തന്നെ നെറ്റ് വർത്ത് എന്നും. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ക്യാപിറ്റലിന്റെ രണ്ട് പേരുകളാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്നും അതുപോലെ തന്നെ നെറ്റ് വർത്ത് എന്ന് പറയുന്നതും. അതിനുശേഷം പറയാണ് ഇറ്റ് ഈസ് ദി ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്. എന്താണ് ലയബിലിറ്റി? ഇതൊരു ബാധ്യതയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. അതെങ്ങനെയാണ് ബാധ്യതയാവുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ബിസിനസ് വേറെ ബിസിനസ്മാൻ വേറെ. അല്ലാണ്ട് ബിസിനസ്സും ബിസിനസ്മാൻ്റെയും ഒരുമിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ബിസിനസ്മാനെ ഒരു പുറത്തുള്ള ആളായിട്ട് തന്നെ കാണുക. ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബിസിനസ്സിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ അല്ലെങ്കിൽ ഓണർ പൈസ കൊണ്ട് തന്നു എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ എന്താണ്? ബിസിനസ്സിന് ഒരാൾ പൈസ തന്നു, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് തിരിച്ചു കൊടുക്കണമല്ലേ, അല്ലെങ്കിൽ ബിസിനസ് അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആയിട്ട് പറയാം. ഇനി നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കും. സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പം നമ്മൾ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഇവിടെ ഈ ക്യാപിറ്റലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം. സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ആ പ്രിൻസിപ്പിൾ പ്രകാരമാണ് എന്ത് ലയബിലിറ്റി ആയത്? ക്യാപിറ്റൽ ലയബിലിറ്റി ആയത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഓണർക്ക് ആ പൈസ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കാൻ ബിസിനസ് ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ഒരു ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഏത് ടേംസ് പഠിക്കുമ്പോഴും നിങ്ങൾ ബിസിനസിന്റെ വ്യൂവിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ബിസിനസ്സിന് അതൊരു ലയബിലിറ്റി ആയത് എന്തുകൊണ്ടാണ്?
ബിസിനസ്സിന് ഒരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഓണർ ആയാലും തന്നതാണ് അല്ലേ. അപ്പൊ അത് തിരിച്ചു കൊടുക്കാൻ ബിസിനസ് ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു ലയബിലിറ്റി ആണ്. ഇനി ക്യാപിറ്റൽ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. എന്താണ്? ക്യാപിറ്റല് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും നമുക്ക് രണ്ട് രീതിയിൽ തരം തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫിക്സഡ് ക്യാപിറ്റലിന്റെ മറ്റൊരു പേരാണ് ലോങ് ടേം ക്യാപിറ്റൽ. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ മറ്റൊരു പേരാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. തിരിച്ച്, അതായത് അതിന്റെ മറ്റു പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും അല്ലെ. എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ എന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്നും കേട്ടാൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ലോങ് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാവുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ, അതായത് ലോങ് ടേം, ദീർഘകാലത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ 1 ഇയറിനേക്കാൾ കൂടുതൽ കാലത്തേക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ക്യാപിറ്റലാണ് ലോങ് ടേം ക്യാപിറ്റൽ. അപ്പൊ ഷോർട്ട് ടേം എന്തായിരിക്കും? വിത്തിൻ 1 ഇയറിനുള്ളിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ ഓർ ലോങ് ടേം ക്യാപിറ്റൽ എന്താണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദി ബിസിനസ് ഫോർ ദി അക്വയറിംഗ് ഫിക്സഡ് അസറ്റ് ഫോർ ലോങ് ടേം യൂസ്. എന്താണ്? നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് അസറ്റ് ലോങ് പീരീഡിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ഐറ്റം നമ്മൾ എക്സ്ട്രാ കണ്ടു അല്ലേ, അസറ്റ്. എന്താണ് അസറ്റ്? അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള പ്രോപ്പർട്ടീസിനെ, വിലപിടിപ്പുള്ള എന്ത് സാധനത്തെയും നമുക്ക് എന്തെന്ന് പറയാം? അസറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്ത് അസറ്റാണ്? ഫിക്സഡ് അസറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ഒരു ബിസിനസ് ആ ഒരു അസറ്റ് വാങ്ങിച്ച് ഒരുപാട് നാളത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അസറ്റ് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഫിക്സഡ് ആയിട്ട് കുറേ നാളത് ഇരിക്കും. അങ്ങനത്തെ ഉള്ള അസറ്റിനെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. അങ്ങനെയുള്ള അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞത്. എൻ്റെ ആ ബിസിനസ്സിലേക്കൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഭൂമി വാങ്ങിച്ചു അല്ലേ, ലാൻഡ് വാങ്ങിച്ചു. ലാൻഡ് വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഞാനത് മറിച്ച് വിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല, എൻ്റെ ബിസിനസ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ബിസിനസ് എത്ര നാൾ മുന്നോട്ട് പോകുന്നു അത്രയും നാൾ എനിക്ക് ആ ലാൻഡ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ലാൻഡ് എൻ്റെ ഒരു ഫിക്സഡ് അസറ്റ് ആണെന്ന് പറയാം. ദെൻ അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് പണിഞ്ഞു അല്ലേ. ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ കാശായില്ലേ. അപ്പോൾ അതും എന്താണ്? എൻ്റെ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ ആണെന്ന് പറയാം. ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫിക്സഡ് അസറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ഫിക്സഡ് ക്യാപിറ്റലിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അസറ്റിനെ പറ്റിയിട്ട് പറഞ്ഞതാണ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പൊ മറന്നു പോകരുത്, അതെന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം നേച്ചർ ആണ്. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ട് പഠിക്കണം. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? It is the investment in the business for day-to-day affairs or meeting daily expenses of the business. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതും ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണോ? അല്ല, നമ്മുടെ ബിസിനസിന്റെ ഡേ ടു ഡേ അഫയേഴ്സ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെയിലി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനും ഡേ ടു ഡേ അഫയേഴ്സ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ 2 തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ 2 തരത്തിലാണുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഓക്കെ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഓൾ കറണ്ട് അസറ്റ്. എന്താണ്? ടോട്ടൽ ഓഫ് ഓൾ കറണ്ട് അസറ്റ് ഓർ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ എന്തായിരുന്നു? ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇനി വർക്കിംഗ് ക്യാപിറ്റലിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്
കറണ്ട് അസറ്റുകൾ, ടോട്ടൽ കറണ്ട് അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റ് എന്താണെന്ന് അറിയണം അല്ലേ. ഫിക്സഡ് അസറ്റ് എന്താണെന്ന് മനസ്സിലായിരുന്നല്ലോ. നമ്മൾ ലോങ് ടേം നേച്ചറിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന അസറ്റുകളാണ് ബിസിനസിന്റെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞത്. ഇനി കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം നേച്ചർ, അതായത് അപ് ടു 1 ഇയർ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഒരു വർഷത്തിനുള്ളിൽ തിരിച്ച് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത്. എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ എക്സാമ്പിളൊക്കെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അസറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ പറയും. അപ്പോൾ പറയുന്നതാണ്, ഇപ്പം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റുകൾ എല്ലാം കൂടെ ചേരുന്നതാണെന്ന് പറഞ്ഞു. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ അതെന്തായിട്ട് മാറും, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്യുന്നതാണ്. മറന്നു പോകരുത്, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ്. അതാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്കറിയാം കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തിൻ 1 ഇയറിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ കറണ്ട് ലൈബിലിറ്റി എന്തായിരിക്കും, വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മൾ കൊടുത്ത് തീർക്കേണ്ട ലൈബിലിറ്റി. നമ്മൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിനെയാണ്. അപ്പോൾ ബിസിനസ്സിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകളെയാണ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റീസ് മൈനസ് ചെയ്യുന്നതാണ്. തിരിഞ്ഞു പോകരുത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്തുമ്പോൾ അതെന്തായിട്ട് മാറും, ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ മറ്റൊരു പേരാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, ലോങ് ടേം ക്യാപിറ്റലും അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റലും. ഷോർട്ട് ടേം ക്യാപിറ്റൽ തന്നെ 2 തരത്തിലുണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബുക്ക് കീപ്പിംഗ് എന്താണെന്നും അക്കൗണ്ടിങ് എന്താണെന്നും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ്, ബേസിക് ടേംസിലേക്ക് കടന്നു. ഒരു ടേം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, എന്താണ്, ക്യാപിറ്റൽ അല്ലേ. അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, ഫിക്സഡ് ക്യാപിറ്റലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇത്രയും മാത്രമല്ല ബേസിക് ടേംസ്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിയുള്ള ബേസിക് ടേംസുകൾ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.